ഇന്നിപ്പം നമ്മുടെ എത്രാമത്തെ ദിവസമാണ്? മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം നമ്മൾ ഇന്നലെ രാത്രി കിടന്നത് മിൽട്ടൺ യാർഡിലാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട ട്രെയിലർ ആരോ കൊണ്ടുപോയിട്ടുണ്ട് രാവിലെ. അപ്പോൾ അതെന്തായാലും നന്നായി. അപ്പം പിന്നെ നമുക്ക് ഞാൻ അവൈലബിലിറ്റി കൊടുത്തിരുന്നത് 11:30 ആയിരുന്നു. കാരണം നമ്മൾ ഇന്നലെ ഒരു 1:30ക്കാണ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു 10:30 ആയപ്പോഴത്തെ എണീറ്റു, എല്ലാം ഫ്രഷായി. എന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 11:15 വരെ ഒന്ന് നോക്കിയിട്ട് ഒന്നും വരുന്നില്ല. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അവർക്ക് മെസ്സേജ് അയക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്തെങ്കിലും മിക്സറിലോട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴത്തേനും ലോഡ് ഓഫർ വന്നു. അപ്പോൾ അത് ഇവിടുന്ന് മിൽട്ടൺ യാർഡിൽ നിന്ന് ട്രെയിലർ നമ്പർ 1171 നിങ്ങൾ നേരത്തെ കണ്ട പോലെ അതെടുത്തുകൊണ്ട് നേരെ ക്യൂബക്കിൽ ആൻജോ ക്യൂബക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. സാധാരണ ഇത് നമ്മളെ നോർമൽ സാധാരണ ഉണ്ടാകുന്ന ഉപ്പിൻ്റെ പാക്കേജിങ് അല്ല ഇന്ന് ഈ പ്രാവശ്യം കണ്ടത്. ഇതെന്തോ പെറ്റിൻ്റെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ അത്രയും വെയിറ്റും ഇല്ല. മൊത്തത്തിൽ എത്രയോ 37,000 സംതിങ് എങ്ങാണ്ട് വെയിറ്റും ഉള്ളൂ. സാധാരണ ഉപ്പിൻ്റെ ലോഡൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര ഹെവി ലോഡാവുന്ന. അപ്പം അതാണ് ഇപ്പോഴത്തെ ഇത് കാര്യങ്ങൾ. പക്ഷേ ഞാൻ ട്രെയിലർ വന്ന് ഹുക്ക് ചെയ്തു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിലറൊക്കെ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഈ ട്രെയിലറിൻ്റെ പുറകിൽ സീലില്ലായിരുന്നു. അപ്പം സംഭവം പേപ്പർ വർക്കിൻ്റെ അകത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പം അതിൻ്റെ അകത്ത് സീല് കാണുന്നില്ല. സാധാരണ ഇപ്പോൾ ഈ ഉപ്പിൻ്റെ ലോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഗ്രേഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സീലിൻ്റെ കാര്യത്തിൽ അവർ പർട്ടിക്കുലറാണ്. അപ്പോൾ അവർക്ക് സീല് അവരുടെ എംപ്ലോയീസ് തന്നെ, ഇപ്പം നമ്മൾ എവിടെ പോകുന്ന ഡെലിവറി ചെയ്യുന്നോ അവരെ തന്നെ വന്നിട്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവരെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ചില സ്ഥലങ്ങളിൽ. അപ്പം ഈ വണ്ടിക്കകത്താണെങ്കിൽ സീലില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് മെസ്സേജ് അയച്ചു തന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ സീൽ ഓർമ്മ ഇട്ടു. അപ്പോൾ അതിൻ്റെ നമ്പറും അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ പെട്ടെന്ന് അവർ തിരിച്ച് റിപ്ലൈ അയച്ചിരിക്കുന്നു, വണ്ടി നിർത്തുന്നത്. ഞാനിവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോലില്ലായിരുന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ പിന്നെ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ട്രെയിലറിൻ്റെ ഫോട്ടോയും പേപ്പർ വർക്കിൻ്റെ ഫോട്ടോയും കൂടെ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം സീലില്ലാത്തതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് എനിക്കൊന്ന് ഓണർ ഓപ്പറേറ്റർ എങ്ങാണ്ടാണ് ഈ ലോഡ് എടുത്തുകൊണ്ട് വന്നത്. പുള്ളിക്കാരൻ സീൽ ഇട്ടുമില്ല. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. എന്തായാലും ഞാൻ നമ്മുടെ സീൽ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞു അത് തന്നെ ഇട്ടിട്ട് അങ്ങ് ഇതാക്കിയാൽ മതി, ഫോട്ടോ എടുത്താൽ മതി, ആ പുള്ളിക്കാരി പറഞ്ഞോളാന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാനിട്ട സീലോട് കൂടിയുള്ള ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പേപ്പർ വർക്കിൻ്റെ ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അവരെന്താ റിപ്ലൈ തരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഡെലിവറി എന്ന് പറയുന്നത് നാളെ രാവിലെ 8 മണിക്കാണ് വരുന്നത്. അപ്പം ഇത് ആൻജോ ക്യൂബക്ക് എന്ന് പറയുമ്പോൾ തന്നെ ക്യൂബക്ക് സിറ്റീൻ്റെ നടുക്കായിട്ട് വരും. നമ്മൾ പോയിട്ടുള്ള ലൊക്കേഷനാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ ക്യൂബക്ക് സ്റ്റേറ്റിന് തൊട്ട് മുമ്പിലുള്ള നമ്മളെപ്പോഴും കിടക്കുന്ന കോൺമാളിലെ പെട്രോപാസിലോ അല്ലെങ്കിൽ നമുക്ക് മറ്റേടത്ത് നമ്മുടെ ഫ്ലൈയിങ് ചെയിലോ വല്ലതും പോയി കിടന്നിട്ട് നമുക്ക് നാളെ ഏർലി മോർണിംഗ് എണീറ്റ് പോവാം. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അവരെന്താ റിപ്ലൈ പറയുന്നതെന്ന് നോക്കട്ടെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓടി നേരത്തെ കണ്ടപോലെ ഏകദേശം നമ്മൾ ട്രാഫിക്കിൽ കൂടെ എല്ലാം ക്രോസ് ചെയ്ത്, കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു പീക്ക് ടൈം ആയില്ലെങ്കിലും. എന്നിട്ട് നമ്മൾ ഓടി ഇപ്പോൾ ഒരു 5-6 മണിയാവാനായപ്പോഴത്തേനും നമ്മൾ ഒഡേസ ഓൺ റൂട്ടിലെത്തി. കിങ്സ്റ്റണിൻ്റെ അടുത്തുള്ള ഒഡേസ ഓൺ റൂട്ടിൽ. അപ്പോൾ അവിടെ നമ്മളൊന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തിയാണ്. ഇനിയിപ്പം നമുക്ക് വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. എന്നിട്ട് നമ്മൾ കിടക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്
കോൺമാഡിലുള്ള പെട്രോൾ പാസിലാണ് നമ്മളെപ്പോഴും കിടക്കുന്നത് അവിടെ. അപ്പം അതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് ഞാൻ പറയാം. ഒരു 5-6 വർഷത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലം ഇന്ന് കണ്ടു. നമുക്ക് അവിടെ പോയി വല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് നമുക്ക് തന്നെ ഇരുത്തങ്ങ് ആഘോഷിക്കാം. അപ്പോൾ വലിയ അത്യാവശ്യം ഒരു 5-6 വർഷത്തെ പരിശ്രമമായിരുന്നു അതിനുവേണ്ടി. അങ്ങനെ അവസാനം നമുക്കത് സംഭവിച്ചു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ പോവാം, നിർത്താം, എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വല്ലതും കഴിച്ച് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഞാൻ ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് ഒഡേസ ഓൺ റൂട്ട്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉള്ള സ്ഥലമാണ്. ഇന്നിപ്പം 5 മണി ആയതേ ഉള്ളൂ. അതുവാണെങ്കിലും 5 മണി ആയതേ ഉള്ളൂ എങ്കിലും പാർക്കിംഗ് ഒന്നും ഫുള്ളായിട്ടൊന്നുമില്ല. അവിടെയൊക്കെ ബൈക്ക് ഇടാനുള്ള 2 ട്രെയിലർ കണക്ട് ചെയ്യാനുള്ള അവിടെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള നോർമൽ ട്രെയിലറുകൾ പാർക്ക് ചെയ്യാൻ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഇനിയിപ്പോൾ സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ അധികം നേരമൊന്നും ഓടിച്ചില്ല. ഏകദേശം ഒരു 4-5 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഓടിച്ചുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കിടക്കുന്ന പെട്രോൾ പാസിൽ നമ്മൾ വന്നു, നമ്മൾ വണ്ടി നിർത്തി, നമ്മൾ എണ്ണ അടിച്ചു ആദ്യം. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. അപ്പം നമ്മുടെ ഒരു വണ്ടിയും കൂടെ കിടപ്പുണ്ട്, ഒരു 8741 എന്ന് പറഞ്ഞൊരു ഒരു ട്രക്കും കൂടെ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ലൊരു പാർക്കിംഗ് കിട്ടി. പാർക്കിങ്ങിൽ തന്നെ കൊണ്ടുപോയി വണ്ടി ഇട്ടു. നമ്മൾ അങ്ങ് പുറകിലിട്ടില്ല, നമുക്ക് രാവിലെയൊക്കെ കുളിക്കാനൊക്കെ പോകണ്ടല്ലേ, വെളുപ്പിന് എണീറ്റ് നമുക്ക് പോകണം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് പുറകിൽ കൊണ്ടായിട്ടില്ല, കുറച്ച് മുമ്പിലായിട്ട് തന്നെ ഇട്ടു. അപ്പം ഇന്നത്തെ പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഫുഡ് ഓർഡർ ചെയ്യാനൊരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫൈനലി ഒരു 5-5.5 വർഷത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് PR-ൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മുടെ കുറച്ച് നമ്മൾ കുറച്ച് അങ്ങോട്ട് മെയിൽ അയക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇനിയിപ്പം കാർഡ് കിട്ടിയാൽ മതി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഓക്കെ ആയി, PR കൺഫേമായി. അപ്പോൾ നമുക്ക് പോർട്ടൽ വന്നിട്ടുണ്ട്. അപ്പം എന്താണ് പറയുക, ഒരു 5-5.5 വർഷത്തെ ഒരു പരിശ്രമമായിരുന്നു. ഇപ്പം വിചാരിക്കുമ്പോഴാണ് എത്ര വർഷമായിരുന്നു. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 5.5 വർഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ഫൈനലി PR കിട്ടി. അപ്പോൾ ഇനി ഒന്ന് കാർഡും കൂടെ വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മെയിലിൽ നിന്ന് തന്നെ, പേഴ്സണൽ മെയിലിൽ നിന്ന് തന്നെ മെയിൽ അയക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് ഇനിയിപ്പോൾ കാർഡ് കിട്ടുന്നവരെ നമുക്ക് നമ്മൾ കാനഡയിൽ തന്നെ ആയിരിക്കണം. നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നമ്മൾ അതിന്ന് ചെയ്യും. അപ്പം നമ്മൾ ഓൾറെഡി കമ്പനിയിൽ ഇൻഫോം ചെയ്തായിരുന്നു, ഇങ്ങനെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാനഡയ്ക്കകത്ത് തന്നെ ഓടാൻ പറ്റുള്ളൂ, കാനഡയ്ക്ക് പുറത്ത് പോകാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി അവരെ ഇൻഫോം ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്ന് അവർക്കും മെയിൽ അയക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ IRCCക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. നാളെ രാവിലെ നമുക്ക് ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത് നമുക്ക് എണീറ്റ് പോകണം. കാരണം 8 മണിക്കാണ്, അത് സിറ്റിക്കകത്തായതുകൊണ്ട് കുറച്ച് നേരത്തെ പോയെങ്കിലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീട്ടിൽ ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞില്ല. ഇനിയിപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കും. നമുക്ക് നാളെ രാവിലെ വിളിച്ച് പറയാം. അപ്പോൾ പിന്നെ എന്തായാലും ഈ വീഡിയോ വരുമ്പോഴത്തേനും എന്തായാലും ഇത് സംഭവം നടന്നിട്ട് ഒരു 2-3 ആഴ്ചയായിട്ടുണ്ടാവും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്ക്ലോഗായിട്ട് വീഡിയോ എല്ലാം സ്റ്റോക്ക് ഇരിക്കുന്നതുകൊണ്ട്, ആ ഓർഡറിൽ പോകുന്നതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ വരുമ്പോഴത്തേനും ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും ഈ സംഭവം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ ആരും നമ്മുടെ കൂട്ടത്തിൽ ആഘോഷിക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് നമുക്കൊരു ബിരിയാണി വല്ലതും മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് അങ്ങ് ആഘോഷിക്കാം. ബാക്കി ആഘോഷമൊക്കെ ഇനി ഒന്ന് കാർഡൊക്കെ കെട്ടി കഴിയുമ്പോൾ കുറേ പേര് പാർട്ടി ചോദിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കണം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയി കുളിച്ച് ഫ്രഷായി. അപ്പോൾ നമ്മുടെ 10 മണിക്കൂർ ഓഫ് കഴിഞ്ഞില്ല. നമ്മൾ കാനഡയ്ക്കകത്തായതുകൊണ്ട് ഞാൻ ആകെ 9 മണിക്കൂർ ഒരു 20 മിനിറ്റ് എടുത്തുള്ളൂ. ബാക്കി 40 മിനിറ്റ് നമുക്ക് അവിടെ പോയിട്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫ് ഡ്യൂട്ടി ഇടാം. കാരണം നമ്മൾ നേരത്തെ അവിടെ പോയില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഇത് ഈ ടൗണിൻ്റെ നടുക്കായതുകൊണ്ട് തിരക്കായിപ്പോവും. അപ്പോൾ 8 മണിക്കത്തെ അപ്പോയിൻമെൻ്റ് അല്ലേ, മീറ്റ് ചെയ്തിങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് തന്നല്ലേ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പോയി നമ്മൾ നേരത്തെ കണ്ട പോലെ ഞാൻ കുളിച്ച് ഫ്രഷായി. അപ്പം ഇതാണ് നമ്മുടെ ഈ പെട്രോൾ പാസിൻ്റെ ഒക്കെ ഷവർ വരുന്നത്. ഇതിനെന്ന് പറഞ്ഞാൽ കീപാഡും അങ്ങനത്തെ ഇതൊന്നുമല്ല, ലോക്ക് സാധാരണ നമ്മുടെ കീ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ ആപ്പോ പോയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എണ്ണ അടിച്ച ബില്ല് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ നമുക്ക് കീ തരും. അപ്പം അതുകൊണ്ട് പോവുക, നമ്മൾ കീ ഉപയോഗിക്കുക, അകത്ത് കയറുക, എന്നിട്ട് തിരിച്ച് നമ്മൾ പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തോളുക. മീൻസ് കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് കീ തിരിച്ചു കൊടുക്കണം. പിന്നെ നമ്മളെപ്പോഴും ഈ ലൗസിലും മറ്റേ ഫ്ലൈങ് ജയിലൊക്കെ കുളിച്ചാന്ന് തോന്നുന്നു. എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നലില്ല ഇത്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം നമ്മുടെ ഫ്ലൈങ് ജയും അതും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഫ്ലൈങ് ജേ ഉണ്ട്, ചെറിയ പാർക്കിംഗ് ആണ്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നലെ അങ്ങോട്ട് പോകാണ്ടിരുന്നത്. പിന്നെ ഇവിടെ ആകുമ്പോൾ രാവിലെ നമുക്ക് ചായയൊക്കെ എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പോയിട്ട് രാവിലെ ടിമ്മിന്ന് ചായയൊക്കെ എടുത്തു. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ടിം ഹോർട്ടൻസ് ഉള്ളതുകൊണ്ട്. അപ്പം ഇനിയിപ്പം കുറച്ച് കാലത്തേന് ഇനിയിപ്പോൾ PR കാർഡ് കിട്ടുന്നവരെ മിക്കവാറും നമ്മൾ മോൺട്രിയൽ ട്രിപ്പായിരിക്കും വരുന്നത്. അപ്പം മിക്കവാറും കടത്തവും ഫുഡ് മെഡിക്കലൊക്കെ ഇവിടെ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായി. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്നു അത്രയും നല്ലത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരുവിധം ട്രാഫിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ എത്തി. ഒരു 7:10 ആയപ്പോഴത്തെ നമ്മൾ ഈ ഡെലിവറി ലൊക്കേഷനിൽ എത്തി. അപ്പോൾ ഇത് ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. നമ്മൾ പേപ്പറൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു. അവർ ഓൾറെഡി നമുക്ക് സൈൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഡോക്ക് തന്നു, നമ്മളോട് ഡോക്കിലിടാൻ പറഞ്ഞു. നമ്മൾ ഡോക്കിലിട്ടു. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ റിട്ടേൺ ലോഡ് എവിടെ നിന്നാണെന്ന് അറിയില്ല, അതിനിപ്പോൾ കമ്പനി ചോദിക്കണം. അപ്പം ഇതാണ് ഇതല്ലേ നമ്മൾ താമസിക്കുന്ന വിൻസറിൻ്റെ പേരിലുള്ള വിൻസർ സാൾട്ടിൻ്റെ മോൺട്രിയലിലുള്ള വെയർ ഹൗസാണിത്. അപ്പം അവിടെ ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ ഇങ്ങനെ ട്രക്കിലോട്ട് നേരിട്ട് കയറ്റുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി വെയർ ഹൗസിൽ കൊണ്ടുപോയി ഇട്ടു. ബാക്കിൽ അവർ ലോക്കൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതിൻ്റെ പുറകിലോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും, ഈ ഗേറ്റ്. അപ്പോൾ നമുക്കിവിടെ റോഡ് സൈഡിൽ വേണമെങ്കിൽ റോഡ് സൈഡ് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ കടന്നു കഴിഞ്ഞാൽ പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അത്ര സേഫ് അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ വന്നിട്ട് ഞാൻ റോഡ് സൈഡിൽ കിടക്കലില്ല. കിടക്കുവാണെങ്കിൽ നമ്മൾ ഇന്നലെ കടന്ന പെട്രോൾ പാസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തുള്ള ഫ്ലൈറ്റ് ജയിലൊക്കെയാണ് ഞാൻ കിടക്കൽ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതുവരെ റിട്ടേണിലോട് നമുക്ക് ഒന്നും വായിച്ചു തന്നിട്ടില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ അൺലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് റിട്ടേൺ ലോഡ് അവർ അയച്ചു തന്നു. വിൻസറിലോട്ടുള്ള ലോഡ് തന്നെയാണ്, അതുകൊണ്ട് സമാധാനമുണ്ട്. പക്ഷേ
പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ കുറേ അങ്ങോട്ട് പോകണം. കമ്പനി വലിയ കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് എക്സിറ്റ് എടുക്കേണ്ട ഹൈവേ ഇതാക്കി വെച്ചിരിക്കുകയാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 46th Avenue ഷട്ട് ഡൗൺ ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വഴി വേണം ഇപ്പോൾ പോകാൻ വേണ്ടി. അപ്പം ഇപ്പോൾ ആണെങ്കിൽ 26 കിലോമീറ്റർ പോകാൻ വേണ്ടി കാണിക്കുന്നത് 42 മിനിറ്റാണ്. അപ്പം നമുക്കിനി പയ്യെ കുറേ ട്രാഫിക്കാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ട്രാഫിക്ക് കൂടെ പയ്യെ അനങ്ങി അങ്ങ് പോവാം. പിക്കപ്പ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 8 AM to 12:30 PM ആണ്. പിന്നെ ഇത് വിൻസറിലോട്ടുള്ള ഓട്ടമാണ്, ഗ്രീൻ പ്രോസസ്സിങ് കമ്പനിയിലോട്ടുള്ള. അവിടെ നാളെ 10 മണിക്കാണ് ഡെലിവറി, അപ്പോൾ സമയമുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഡോക്കിലിട്ടു ഓൾറെഡി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതൊരു സ്കെയിലിൽ കയറണം, എന്നിട്ട് നമ്മൾ തന്നെ പോയിട്ട് അകത്തുനിന്ന് ഒരു മെഷീൻ്റെ അകത്തുനിന്ന് വെയിറ്റ് എത്ര ഉണ്ടെന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അങ്ങനെ ഇതൊക്കെ കുറച്ച് അലുക്കുലത്തായിരുന്നു അത്. ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴും വെയിറ്റ് ചെയ്യിക്കണം, എന്താണെന്ന് ഒരു പിടുത്തമില്ല. എന്നിട്ട് തിരിച്ച് നമ്മൾ നേരെ വിൻസറിലോട്ടുള്ള ലോഡാണിത്. അപ്പോൾ ഇന്നെന്തായാലും എത്തുമെന്ന് തോന്നുന്നില്ല. സാധാരണ നല്ല ഹെവി ആണെന്ന് തോന്നുന്നു. മറ്റേ ഇതാണ് കയറ്റുന്നത്, ഈ വേസ്റ്റ് പേപ്പറാണ് കയറ്റുന്നത്. അത്യാവശ്യം നല്ല ഹെവി ലോഡാണ്. എന്തായാലും നമുക്ക് നോക്കാം, കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സെറ്റ് ആവുമായിരിക്കും. ഞാൻ അപ്പോഴത്തേനും തൽക്കാലം നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ അവിടുന്ന് ലോഡിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് വിട്ടു. അപ്പോൾ നമ്മളിപ്പം 20 ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മുമ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു 4.4 മീറ്റർ ഹൈറ്റുള്ള ഒരു പാലം. അപ്പോൾ ഇതാണ് ഇവിടെ ഈ മോട്ടോർ സിറ്റിക്കകത്ത് കുഴപ്പം. ഈ ലോ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ട്രക്കിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.15 ആണ്. അപ്പം നമ്മളെക്കാളും കുറച്ച് ഹൈറ്റ് കൂടിയ പാലാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇതിൻ്റെ അകത്തൂടെ പോകാം. അപ്പോൾ പലയിടത്തും ഈ 4.15നേക്കാളും ഹൈറ്റ് കുറഞ്ഞ പാലമുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം, അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 20 ഹൈവേയിലോട്ട് കയറാൻ പോവാണ്. ഓട്ടോ റൂട്ട് 20 എന്ന് പറഞ്ഞത് അതാണ് നമ്മുടെ നേരെ ഒണ്ടാരിയോയിൽ കയറുമ്പോൾ 401 ആയിട്ട് മാറുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ പോയി റൈറ്റ് ടേൺ ചെയ്യണം. അപ്പം റൈറ്റ് ലൈനിൽ നമുക്ക് ട്രക്ക് അലൗഡ് അല്ല, കാരണം അവിടെ വൈറ്റ് ടേൺ പറ്റിയല്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലൈനിൽ നിന്നിട്ടേ ട്രക്ക് തിരിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സിമ്പലൊക്കെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണ്. നമ്മൾ കുറച്ച് ഹാർഡായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് കയറി ഒടിഞ്ഞു കിട്ടിയല്ല, നമ്മുടെ ട്രെയിലർ അവിടെ സൈഡിൽ തട്ടും. അപ്പോൾ നമുക്ക് സൈഡിലുള്ള വണ്ടികളൊക്കെ നിർത്തി തന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ ട്രക്ക് സൈഡിൽ മുട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോവാണ്. വലിയ കുഴപ്പമില്ല, നമുക്ക് ആ സൈഡ് മിററിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ചെറുതായിട്ട് മുട്ടിയില്ല എന്നുള്ള ആ കണക്കിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ കയറി വന്നു. ട്രെയിലറിൻ്റെ ടയർ ആ ഒരു കർബിൻ്റെ മുകളിൽ കൂടെ കയറി വന്നു. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ പുറകിലുള്ള വണ്ടികളൊക്കെ നമുക്ക് നിർത്തി തന്നുകൊണ്ട് നമ്മൾ 2-3 ലൈൻ ഒരുമിച്ചെടുത്തിട്ടാണ് നമ്മൾ കയറി വന്നത്. ഇനിയിപ്പോൾ നമ്മൾ 20 ഹൈവേയിലോട്ട് കയറി. ഇനിയിപ്പോൾ മൊത്തം നമുക്ക് സേഫാണ്. ഇനിയിപ്പോൾ ഇത് നേരെ 401 ആയിട്ട് മെർജ് ആവുന്നു. പിന്നെ നമ്മൾ വിൻസർ വരെ 401 ഹൈവേ തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് കടന്നുറങ്ങേണ്ട വരും ഇന്ന് രാത്രി. എന്നിട്ട് നാളെ രാവിലെ എന്തായാലും നമ്മൾ വിൻസർ എത്തുള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് പിക്കപ്പ് എല്ലാം കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരിച്ചുള്ള റിട്ടേൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അവിടെ ലോഡ് നമ്മൾ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. കയറുന്ന സമയത്ത് നമ്മൾ സ്കെയിലിടണം, അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ
നമ്മൾ ഇറങ്ങുന്ന സമയത്ത് സ്കെയിലിൽ കയറണം. എന്നിട്ട് ആ പേപ്പറും കൊണ്ട് നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് എന്തൊക്കെയോ എന്തൊക്കെ എഴുതി വെച്ചിട്ടാണ് പിന്നെ നമുക്ക് പേപ്പർ വർക്കൊക്കെ തരുന്നത്. അവരാണെങ്കിൽ നല്ല കട്ടയ്ക്ക് റൂഡ്. പിന്നെ ഞാൻ അതുകൊണ്ടാണ് പിന്നെ ക്യാമറയൊന്നും അവിടെ ഉപയോഗിക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് വരും. അവരിപ്പോൾ എല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫുള്ള് റൂഡടിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കര റൂഡായിട്ടാണ് ഉത്തരങ്ങളെല്ലാം പറയുന്നത്. അതാണ് പിന്നെ ഞാൻ അധികം അവിടെ നിന്ന് വീഡിയോ എടുക്കാണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഓൾറെഡി നമ്മുടെ 3 മണിക്കൂർ അവിടെ ചുമ്മാ വേസ്റ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോഴാണ് ആ വീഡിയോ ആണ് നിങ്ങൾ കുറച്ച് മുമ്പേ കണ്ടത്. ആ വരുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് മഴ എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് മഴ. നമുക്ക് വലിയ വണ്ടി തന്നെ ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ഒരുവിധം ഒരു കിങ്സ്റ്റൻ്റെ അടുത്ത് വരെയൊക്കെ അത്യാവശ്യം മഴയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മഴ കുറഞ്ഞു. പിന്നെ നമ്മൾ ബോർഡറിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബോർഡറിലല്ല നമ്മൾ ടൊറൻറ്റോയിലെത്തിയപ്പോഴത്തേനും കുറച്ച് നേരം ട്രാഫിക്കായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കടിച്ചു പിടിച്ച് ആദ്യം ഞാൻ വിചാരിച്ചു നമുക്ക് മിൽട്ടൺ യാർഡിൽ കിടന്നാലോ എന്ന്. പിന്നെ വിചാരിച്ചു കുറച്ചും കൂടെ ഓടി കിച്ചണറെത്തി കിച്ചണറിലെ കേംബ്രിഡ്ജിലുള്ള ഓൺ റൂട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വിചാരിച്ചു നമുക്ക് വുഡ് സ്റ്റോക്കിലുള്ള ഓൺ റൂട്ടിൽ കിടക്കാമെന്ന്. അത് കഴിഞ്ഞ് വിചാരിച്ചു പിന്നെ നമുക്ക് മറ്റേ ഫ്ലൈൻ ചെയ്ത് പോയി കിടക്കാമെന്ന് വിചാരിച്ചു ലണ്ടനിൽ. അപ്പോൾ പിന്നെ ഞാൻ ലണ്ടനിൽ എത്താനുള്ള സമയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആകെ ഇവിടുന്ന് ഒരു 22 മിനിറ്റാണുള്ളത്. മീൻസ് ഇപ്പം നമ്മൾ കിടക്കുന്നത് ഇപ്പം വുഡ് സ്റ്റോക്ക് ഓൺ റൂട്ടിലാണ്. ഇവിടുന്ന് ഫ്ലൈൻ ജയിലോട്ട് ഒരു 22 മിനിറ്റാണുള്ളത്. എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് ടൈം ബാക്കി ഉണ്ടായിരുന്നത് 31 മിനിറ്റ്. അപ്പോൾ പിന്നെ കടിച്ച് പിടിച്ച് ഓടിക്കഴിഞ്ഞാൽ അവിടെ എത്തും. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്തിന് വലിയ തിരക്ക് പിടിച്ച് ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നാളെ ഇപ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലും. അവിടെ ചെന്ന് കിടന്ന ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ കുളിക്കാമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതിപ്പോൾ എന്തായാലും നാളെ നമ്മൾ കുറച്ച് ഓടിക്കഴിഞ്ഞ് നമ്മൾ അത്ര വീട്ടിലെത്തും. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഈ കടിച്ചു പിടിച്ച് ഓടണം. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് വല്ല കൺസ്ട്രക്ഷൻ കാരണം വല്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ ടൈം തീർന്നു പോയാൽ പിന്നെ പേഴ്സണൽ കൺവീനിയൻസ് ഇടേണ്ടി വരും. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ടൈം ഓൺ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നാളെ സേഫ്റ്റിയിൽ നിന്ന് കോള് വരും. അതൊക്കെ വള്ളിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ അവസാന ദിവസമാണ് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ കടന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വുഡ് സ്റ്റോക്കിലെ ഓൺ റൂട്ടിൽ കയറി കടന്നു. ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഫുള്ള് പാർക്കിങ് അവൈലബിൾ ആണ്. ഫുള്ളല്ല, കുറച്ച് ട്രക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്പോട്ടിലിട്ടു. അപ്പോൾ നമ്മൾ കട്ടനൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കിടക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 2.25-2.5 മണിക്കൂറാണുള്ളത്. നമുക്ക് 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 2.25-2.5 മണിക്കൂറാണുള്ളത്. അപ്പോൾ നമുക്ക് 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഉള്ളത്. നമ്മളിവിടെ നിർത്തിയപ്പോൾ ഏകദേശം 9 മണിയായി. അപ്പോൾ നമ്മുടെ ടൈം 7 മണിയാകുമ്പോൾ റീസെറ്റ് ആവും. അപ്പം ഒരു 7 മണിയാകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ എത്താനുള്ളതേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്തായാലും നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഈ ആഴ്ച ഒന്നും കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാനേ പറ്റുന്നില്ല. എല്ലാം ഈ ടൈറ്റായിട്ടുള്ള ഓട്ടമാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ അധികം ഓട്ടമൊന്നും നമുക്ക് ഇനിയിപ്പോൾ PR കാർഡ് കൈ കിട്ടുന്ന വരെ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ക്യൂബക്ക് ഓട്ടമായിരിക്കും. അപ്പോൾ സമയം കിട്ടുന്ന പോലെ നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ചങ്ങ് പോവാം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇവിടുത്തെ ഒരു ഷോട്ട് എടുത്തിട്ടില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ കിടക്കുന്നത് നമ്മുടെ ഇംഗർസൽ ഓൺ റൂട്ട് എന്ന് വെച്ചാൽ വുഡ് സ്റ്റോക്കിലെ ഓൺ റൂട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ പുറകിലെ പറമ്പിലോട്ടാണ് ട്രക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തിരുന്നെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടിയാനായിരുന്നു. പക്ഷേ അതിപ്പം രാത്രി ആയതുകൊണ്ട് ഇപ്പം നമുക്ക് അതൊന്നും എടുക്കാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാം. നാളെ രാവിലെ ഇവിടെ ഓൺ റൂട്ട് ആയതുകൊണ്ട് രാവിലെ ടിമ്മിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടിമ്മിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് അതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പയ്യെ അങ്ങ് പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ബാക്കി നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ട് ഡെലിവറി ചെയ്യണ സാധനം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ലേറ്റ് ആയില്ല, എന്തായാലും സമയത്തിന് മുമ്പ് എത്തും. എന്തായാലും നമുക്ക് പെട്ടെന്ന് അടിച്ചു കൊണ്ട് പോവാം. പിന്നെ ഒരു പരിധി കൂടുതൽ ലേറ്റ് ആവേണ്ട. നമുക്ക് അവിടെ ചെന്നതിന് മുമ്പേ കമ്പനിക്ക് മെസ്സേജ് അയക്കാം. നല്ല മഴയാണ്, സമയത്ത് ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ട്രിപ്പൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരെ ഇന്നത്തോടുകൂടി ഷട്ട് ഡൗൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ നമ്മൾ കടന്ന ഇൻകർസൽ ലോൺ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളെവിടെയും നിർത്തിയൊന്നുമില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുവായത്. അവിടെ നിന്നൊരു 2 മണിക്കൂർ 2.25 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ വന്നു. നമ്മൾ ഇവിടെ വിൻസറിൽ തന്നെയുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രീൻ പ്രോസസ്സിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടായി സാധനം ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പനിയിൽ ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നല്ലോ നമ്മൾ ഇനി കുറച്ച് കാലത്ത് തന്നെ ഇൻ കാനഡ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ അവർ ഇൻ കാനഡ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ അവർ സൺഡേ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മൺഡേ അവൈലബിലിറ്റി കൊടുത്തു, മൺഡേ 6 AM. അപ്പോൾ അവർ പറഞ്ഞു ഇൻ കാനഡ ആയതുകൊണ്ട് സൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, കാരണം ക്യൂബക്കോട്ടൊക്കെ എന്നാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു ഈ ആഴ്ചത്തെ പറ്റിയല്ല, ഈ ആഴ്ച എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ആണെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഓൾറെഡി ട്രിപ്പ് ഇട്ട് വെച്ചു. നമ്മൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ബൗഷർവിൽ ക്യൂബക്കിലോട്ട് ഉപ്പിൻ്റെ ലോഡും കൊണ്ട് പോകണം. അപ്പം പിറ്റത്തെ ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഡെലിവറി. അപ്പം അതൊക്കെ നടന്നു. അപ്പം മീൻവൈൽ അവിടെ നമ്മുടെ ഡെലിവറിയും കഴിഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് empty ട്രെയിലർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ യാർഡിൽ. അപ്പം അത് കുറച്ച് വേസ്റ്റായിട്ടുള്ള മറ്റേ പാലറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് വൃത്തികേടായിരുന്നു ആ ട്രെയിലർ. അപ്പോൾ പിന്നെ ഞാൻ യാർഡിൽ കൊണ്ടുവന്ന് പിന്നെ ട്രെയിലർ മൊത്തം ഒന്ന് തുടച്ച് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. അങ്ങനെ നമ്മൾ എണ്ണയടിച്ചു, നമ്മുടെ പേപ്പർ വർക്കൊക്കെ ഇത് കംപ്ലീറ്റ് ആക്കി. അപ്പം നമ്മൾ ഗ്രീസൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് മറ്റേ നമ്മുടെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്ട്രാ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി വെച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ കാർ എടുത്ത് പുറത്ത് വെച്ച് നമ്മുടെ പാർക്കിംഗ് സ്പോട്ടിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം 2-2.5 ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് ലീവാണ്. നമുക്ക് കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും ജിമ്മും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വേറെ കുറച്ച് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ട്രിപ്പുമായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പം അവസാനം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം അയച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.